വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മാർബിൾ കേക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയായി തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനിവിടെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നും യൂസ് ചെയ്ത് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. 250 ഗ്രാം കപ്പിൽ 1.5 കപ്പ്. അപ്പോൾ മൈദ ഇതുപോലെ അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. അത് നമ്മൾ അരിച്ചെടുത്തു. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ടിത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ബീറ്റ് ചെയ്താലും മതി. സ്പൂൺ യൂസ് ചെയ്താലും മതി, വിസ്ക് യൂസ് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കണക്കെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര. 250 ml ഉള്ള ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഇളക്കുക. ഈ പഞ്ചസാരയെല്ലാം ഇതിലോട്ട് ലയിക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ആഡ് ചെയ്ത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മൈദ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മൈദയും ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ എപ്പോഴും ഇളക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മൈദ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കായി വരും. ഇനി നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാൽ കുറേശ്ശെ ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പ്രീ ഹീറ്റ് മീൻസ് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ബാറ്റർ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ ബാറ്ററിൽ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൽ ഒരു പോർഷനിൽ നമ്മൾ ഈ കൊക്കോ പൗഡർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സും ഉണ്ട്, വാനിലയുടെ വേറൊരു മിക്സും ഉണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണയും തടവി മൈദപ്പൊടി കൂടി വിതറിയിടണം. അപ്പോൾ കേക്ക് നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് വാനിലയുടെ ബാറ്ററിൽ നിന്നും 1 സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് മിക്സിൽ നിന്നും 1 സ്പൂൺ ഒഴിക്കാം. ഇതുപോലെ രണ്ടിന്നും മാറി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക, 2 ബാറ്ററും തീരുന്നത് വരെ. നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചാൽ മാത്രം മതി. ഇങ്ങനെ ഒഴിച്ച് ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ച് കണ്ടു. ഇതിൽ തന്നെ ഒരു നല്ല ഡിസൈനായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയാണ്. നോക്ക് എന്ത് നല്ല ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇതില്ലേ, ഇതിലൊരു ഉറുമ്പ് കുടുങ്ങിപ്പോയി. ഇതിലേക്ക് നമുക്ക് ഒരു വളയം ഇട്ട് കൊടുത്തിട്ട്
നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വയ്ക്കും. ഇനി ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റ് എടുക്കും കേക്ക് റെഡിയാവാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ടൈം നമുക്ക് വേറൊരു ഡിഷായിട്ട് കാണാം. ബൈ.